2016 മാർക്സിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തോട് പറഞ്ഞത് മദ്യവർജനമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്നാണ്. 2016 സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ 29 ബാറുകളായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കേരളത്തിൽ 884 ബാറുകൾ ഉയർന്നു കഴിഞ്ഞു. ചോദിക്കുന്നവർക്കെല്ലാം പെട്ടിക്കട കൊടുക്കുന്നത് പോലെ ബാറുകൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ബാറിന്റെ പ്രവർത്തന സമയം അത് അർദ്ധരാത്രി വരെയായിട്ട് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് വലിയ ഒരു തീവെട്ടിക്കൊള്ളയ്ക്കും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണസമ്പാദനത്തിനുമുള്ള വേദിയാക്കി ഈ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അതീവ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന് കാരണമായി കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരനായ ഭാവി കേരളം പ്രതീക്ഷയോടെ നോക്കുന്ന ഏതു പാർട്ടിക്കാരനുമാകട്ടെ പ്രതീക്ഷയോടുകൂടി നോക്കേണ്ട ഒരു വ്യക്തി മിസ്റ്റർ MP രാജേഷ്, അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം പറയുകയാണ് ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയാണ് പോലും രാത്രി 12 മണി വരെ ബാറുകൾ സമയം നീട്ടിയിട്ടുള്ളത് എന്നാണ്. അതിനർത്ഥം എന്താണ്? ഇന്ത്യയിൽ ടൂറിസം വികസനത്തിന് വേണ്ടി ഏറ്റവും പേരുകേട്ട നിരവധി സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഗുജറാത്ത് ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ്. ആ ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യവർജനമാണ്. അപ്പൊ സമ്പൂർണ്ണ മദ്യവർജനമുള്ള ഗുജറാത്തിൽ 18 കോടി ആളുകൾ ഒരു വർഷം ആ ഗുജറാത്തിൽ വന്ന് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ നാടിനെ കാണുന്നു, ആ നാടിന്റെ ആത്മീയ ടൂറിസത്തിൽ പങ്കെടുക്കുന്നു, അവിടുത്തെ വികസനത്തെക്കുറിച്ച് ടൂറിസ്റ്റുകൾ പരിശോധിക്കുന്നു, പഠിക്കുന്നു, ആ നാട് കണ്ട് തിരിച്ചു പോകുന്നു. എങ്കിൽ 2 കോടിയിലടുത്തു മാത്രം ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിലെ യുവാവായിട്ടുള്ള ഒരു മന്ത്രി പറയുകയാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലേക്ക് ടൂറിസ്റ്റ് വരുന്നത്? അതാണോ കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ ഭാഷ? ഈ കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിനെ വർദ്ധിപ്പിക്കാൻ, ആത്മീയ ടൂറിസത്തിനെ വളർത്താൻ, ഈ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തെ കുറിച്ച് ലോകം അറിയേണ്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. ആ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട് കാണാൻ വരുന്നവരെ കൂടി അപമാനിക്കുന്ന സമീപനമാണ് ഒരു വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അത്യന്തം ലജ്ജാകരമാണ്, അത് കുറ്റകരമാണ് എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തോട് അറിയിക്കുകയാണ്.